വയനാടിനെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് തള്ളിയിടാൻ പോകുന്നത്. ഞാനും നിങ്ങളുമൊക്കെ. 2 ദിവസം മുന്നേ ഞാൻ വയനാട് പോയിട്ടുണ്ടായിരുന്നു ചൂരൽമല കാണാൻ വേണ്ടിയിട്ട്. വ്ളോഗൊന്നും എടുത്തിട്ടില്ല, വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അങ്ങനെ വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കൂല അവിടെ പോയി കഴിഞ്ഞാൽ. അവസാനമായിട്ട് ബെയിലി പാലം ഒക്കെ കാണാൻ പോയവർക്കറിയാം. എനിക്ക് പറയാനുള്ളതൊന്നുമല്ല, അതിനെക്കുറിച്ചൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ചൂരൽമല കാണാൻ പോകണം. ഇതൊരു ഡിസാസ്റ്റർ ടൂറിസം പ്രൊമോഷനായിട്ടൊന്നും കാണണ്ട. ഈ ദുരന്തത്തിന് ശേഷം അവിടെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇതിനെപ്പറ്റി നമ്മൾ ഓർത്തിട്ടുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയ സമയത്ത് ഈ ഒരു ബെയിലി പാലം ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകളുണ്ട്. ഇണതുണ നഷ്ടപ്പെട്ട ആളുകൾ, വാപ്പ നഷ്ടപ്പെട്ട ആളുകൾ, ഉമ്മ നഷ്ടപ്പെട്ട ആളുകൾ, കുട്ടികൾ നഷ്ടപ്പെട്ട വാപ്പ, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ്, ഇങ്ങനെ പല ആളുകളും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം മറ്റൊരു കര എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. അവിടെ ഓരോ വ്യക്തികളോടും സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ നമുക്ക് പറ്റൂല. ഇപ്പോഴുണ്ട് അവരുടെ മുഖത്ത് നിസ്സഹായത. അവർ ജീവിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ മറ്റൊരു ജീവിതം എങ്ങനെയെങ്കിലും കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ്. ഒരുപാട് സഹായങ്ങളും വാഗ്ദാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർക്ക്. അതൊക്കെ കിട്ടട്ടെ, അതൊക്കെ അതിന്റെ രീതിക്കൊക്കെ നടക്കട്ടെ. പക്ഷെ അവർക്ക് വേണ്ടത് ആജീവനാന്തമായിട്ടൊരു വരുമാനമാണ്. ജീപ്പ് സഫാരി നടത്തിയിട്ട്, വീടുകളിൽ വെച്ചിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി റോഡിൽ കൊണ്ടുവന്ന് വിറ്റിട്ട്, അച്ചാറുകൾ ഉണ്ടാക്കിയിട്ട് പല ആളുകൾ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. വയനാട് ഏതൊക്കെ കാലം ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ടോ, ബൈക്ക് എടുത്തിട്ടോ കാർ എടുത്തിട്ടോ എങ്ങനെയൊക്കെ ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ടോ, എനിക്ക് ഇന്നും അതിമനോഹരമായി തോന്നി. എനിക്ക് ഇന്നും ഇഷ്ടപ്പെട്ട ഏക സ്ഥലം അത് ഈ മേപ്പാടി ചുറ്റിപ്പറ്റിയുള്ള ഭാഗങ്ങളാണ്. അതായത് ഈ 900 കണ്ടി, ചൂരൽമല, അട്ടമല ഒക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗങ്ങളും അത് തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ശിഥിലമായി പോയുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വയനാട് യാത്രയിൽ, നമ്മളെ വിനോദസഞ്ചാരങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ ചൂരൽമല ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ജീപ്പ് സഫാരി കൊടുക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരമായിരിക്കും. അവിടെ പല ആക്ടിവിറ്റികൾ, ഹൈയസ്റ്റ് സിംഗിങ്, ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ജീവിതമാർഗ്ഗവും, നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ട് 500-1000 അവരുടെ കീസിലിട്ട് കൊടുക്കുന്ന എല്ലാവർക്കും ആവശ്യം. അവർ അഭിമാനികളാണ്, അധ്വാനിക്കാൻ തയ്യാറായ ആളുകളാണ്, അവർ ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ട്. നമ്മളതിന് ചെറിയൊരു സപ്പോർട്ട് മാത്രം ചെയ്തു കൊടുത്താൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ യാത്രകളുടെ ഭാഗമായിട്ട് നമ്മൾ വയനാട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂരൽമല പോകണം. ഈ ഒരു ബെയിലി പാലം കാണാൻ വേണ്ടി മാത്രമല്ല, അതുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നമ്മൾ ചെല്ലുന്ന ഒരു സഹായമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം.